തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ സീരിയൽ താരം ദിലീപ് ശങ്കർ മരിച്ച നിലയിൽ കാണപ്പെട്ടത് ആത്മഹത്യയല്ലെന്ന് പോലീസ്. കരൾ രോഗത്തെ തുടർന്നുള്ള ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം കൂടുതൽ നടപടികളെന്ന് പോലീസ് വ്യക്തമാക്കി. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിൽ സീരിയൽ താരം ദിലീപ് ശങ്കർ മരിച്ച നിലയിൽ കാണപ്പെട്ടത് ആത്മഹത്യയല്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. കരൾ രോഗത്തെ തുടർന്നുള്ള ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം, അല്ലേ? അത്തരത്തിൽ തന്നെയാണ് അല്പസമയം മുമ്പാണ് പോലീസ് ഇത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ദിലീപിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹോട്ടൽ മുറിയിൽ, വാടകയ്ക്ക് എടുത്തിരുന്ന ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ 3 ദിവസത്തെ പഴക്കമുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെടുത്തത്. ഈ സാഹചര്യത്തിലാണ് ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുകയും ചെയ്തത്. ആ അന്വേഷണത്തിലാണ് നിലവിൽ ആത്മഹത്യയല്ല മരണകാരണം എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ മുറിയിൽ നിന്നും മദ്യക്കുപ്പികളടക്കം കണ്ടെത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. മരണകാരണം ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതം എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള സ്ഥിരീകരണം. ആന്തരിക അവയവങ്ങൾ പോലീസ് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ പരിശോധനാ ഫലം കൂടി ലഭ്യമായ ശേഷമായിരിക്കും അന്തിമമായ ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും സീരിയൽ ചിത്രീകരണത്തിന് തലസ്ഥാനത്തെത്തിയ നടനെയാണ് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മുറിയിൽ നിന്ന് മദ്യക്കുപ്പികളടക്കം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ സ്ഥിരീകരണം. ഈ സാഹചര്യത്തിൽ ഇദ്ദേഹം കരൾ രോഗം അടക്കമുള്ള അസുഖങ്ങൾക്ക് ചികിത്സയിലായിരുന്നു. ഇത് തന്നെയാണോ മരണകാരണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോസ്റ്റ്മോർട്ടം ഫലം അടക്കം കാത്തിരിക്കുകയാണ് പോലീസ്. എന്തായാലും അന്വേഷണം ആ ഘട്ടത്തിലാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ പോലീസ് നൽകുന്ന വിവരം.